പശ്ചിമ ബംഗാളിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ, മുസ്ലിം ലീഗുകാരനും ഒന്ന് പോകണം. എന്താണെന്നറിയോ? ഒരു കാലത്ത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ. പശ്ചിമ ബംഗാളിലെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, യുപിയിലെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ബീഹാറിലും ഒക്കെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. പല സ്ഥലത്തും മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതാ. പശ്ചിമ ബംഗാളിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. 14 MLA-മാരും 3 മന്ത്രിമാരും ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ്. അറിയോ എന്താ സംഭവിച്ചത്? കണ്ണൂർ ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പ്രദേശങ്ങളിലൊക്കെ സംഭവിക്കുന്നത് പോലെ സംഭവിച്ചു. നമുക്കറിയില്ല, കണ്ണൂർ ജില്ലയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് CPM എന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? മുസ്ലിം ലീഗുകാർക്ക് പ്രത്യേകിച്ച് അറിയാം, കോൺഗ്രസ്സുകാർക്കൊക്കെ. തെരഞ്ഞെടുപ്പിന്റെ അന്ന് CPM ഉപയോഗിക്കുന്ന ഒരു ആയുധമുണ്ട്. നമ്മുടെ നാട്ടിൽ അതിന് പച്ച മലയാളത്തിൽ നായിക്കുർണ എന്ന് പറയും. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ബൂത്തിന്റെ മുന്നിൽ CPM-കാരുണ്ടാവും. UDF ഏജന്റുമാരുടെ കോളറിനകത്തേക്ക് കുറച്ച് നായിക്കുർണപ്പൊടി CPM-കാർ ഇട്ടു കൊടുക്കും. പിന്നെ 3 ദിവസം കഴിഞ്ഞാലാ കോൺഗ്രസ്സുകാരും CPM-കാരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു വരാറുള്ളത്. ചൊറിഞ്ഞുകൊണ്ട് ഓടും. ഇത് തന്നെയാ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്. 33 വർഷത്തെ CPM-ന്റെ ഭരണം അവിടെ മുസ്ലിം രാഷ്ട്രീയത്തെ, മുസ്ലിമിന്റെ സംഘടിത ശക്തിയെ തകർത്തു കളഞ്ഞു. നിങ്ങളറിയോ, ഏറ്റവും കൂടുതൽ ഖബർസ്ഥാൻ പൂട്ടിക്കിടക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ 33 വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരണം നടത്തിയ പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ പള്ളികൾ പൂട്ടിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ 33 വർഷക്കാലം ഭരണം നടത്തിയ പശ്ചിമ ബംഗാൾ. ടാറിട്ട റോഡ് എവിടെ അവസാനിക്കുന്നോ അവിടെ മുസ്ലിങ്ങൾ. ഇലക്ട്രിക് പോസ്റ്റ് എവിടെ അവസാനിക്കുന്നോ അവിടെ മുസ്ലിങ്ങൾ. സ്കൂളുകളില്ലാത്ത, കോളേജുകളില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഗ്രാമങ്ങളുണ്ടെങ്കിൽ, പട്ടണങ്ങളുണ്ടെങ്കിൽ അത് മുസ്ലിമിന്റേതാ. നഴ്സറി ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായത്തിൽ ചാറ്റർജിമാരുടെയും മുഖർജിമാരുടെയും ഹോട്ടലുകളിൽ എച്ചിലെടുക്കാൻ വിധിക്കപ്പെട്ട പിഞ്ചുകുട്ടികൾ ജീവിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ 33 വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച, ചെങ്കൊടി ഭരിച്ച പശ്ചിമ ബംഗാൾ. എന്നിട്ട് ഇപ്പോഴും കുറെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ വെറുതെ അവരുടെ സമയം ഇങ്ങനെ വേസ്റ്റാക്കുക. അവര് നിങ്ങളെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ പുരോഗതിക്കല്ല. മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് എന്തെങ്കിലും ചെയ്യുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കൊല്ലാൻ അവർക്ക് നിങ്ങളെ വേണം, ചാവാൻ നിങ്ങളെ വേണം, ബോംബുണ്ടാക്കാൻ നിങ്ങളെ വേണം, അവർക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വേണം. അതുകൊണ്ട് CPM-ൽ ചെങ്കൊടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന വിപ്ലവം വരും, 100 പൂക്കൾ വിരിയും എന്ന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സമയം വേസ്റ്റാക്കണ്ട, നിങ്ങളുടെ സമയം കളയണ്ട. വെറുതെ ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല, വെറുതെ പറഞ്ഞ് പറ്റിക്കുക. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതാണ്. നിങ്ങൾ നാദാപുരത്തെത്തുമ്പോ CPM-ന്റെ സ്വഭാവം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. പരിശുദ്ധ ഖുർആൻ കത്തിക്കുന്നവർ CPM, പള്ളിയിൽ കയറി മലമൂത്ര വിസർജനം നടത്തുന്നവർ CPM, സ്ത്രീകളെ ആക്രമിക്കുന്നവർ CPM, കൊള്ളയടിക്കുന്നവർ CPM. പാറക്കടവ് നേരത്തെ ഒരു സംഭവം പറഞ്ഞു ഹാറൂൺ സാഹിബ്. ചില CPM-കാരെ മൂട്ടക്കടിക്കുന്ന സാധനം ഉണ്ടല്ലോ, പിഫ് ആൻഡ് പിഫ് എന്നതിന്റെ പേര്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതിന്റെ സ്മെല്ല് എന്താ സംഭവം? പാറക്കടവ് കലാപം ഉണ്ടായപ്പോ മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറി കൊള്ളയടിച്ചു. സ്പ്രേ ആണെന്ന് കരുതി ഈ സാധനം ശരീരം മുഴുവൻ അടിച്ചിട്ട് വന്നപ്പോ മൂട്ടയെയും കൂറയെയും മണക്കുന്നു. അറിയോ നിങ്ങൾ? കൊള്ളയടിക്കുന്ന പാർട്ടി. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നാദാപുരം മേഖലയിൽ CPM-കാരെ കൊള്ളയടിച്ചത് 50 വീടുകളാ. ഒരള് കയറ്റിക്കൊണ്ടുപോകുന്ന പാർട്ടിക്കാരെ നമ്മൾ ദുനിയാവിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരള് കൊള്ളയടിക്കുന്ന പാർട്ടിക്കാര്. നാദാപുരത്ത് CPM. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മേഖലകളിൽ മാത്രം CPM-കാരൻ എറിഞ്ഞു തകർത്തത് 11 പള്ളികളല്ലേ? എന്താ പള്ളി CPM-നോട് ചെയ്ത തെറ്റെന്താ? അല്ലെങ്കിൽ നിസ്കരിക്കുന്നത് എന്താ CPM-ന് ഇത്ര ബേജാറ്? നിങ്ങൾ മതേതര പാർട്ടിയാണല്ലോ, നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണം അവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ, അല്ലേ? മലപ്പുറത്തെത്തുമ്പോ ആലി മുസ്ലിയാർ CPM-ന്റെ നേതാവ്, ഭാര്യയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി CPM-ന്റെ നേതാവ്, മമ്പറം സൈദലവി തങ്ങൾ CPM-ന്റെ നേതാവ്, വെളിയങ്കോട് ഉമർ ഖാദി നഗർ, ഞാൻ കണ്ടതാ, DYFI-യുടെ ബ്ലോക്ക് സമ്മേളനം, വെളിയങ്കോട് ഉമർ ഖാദി നഗർ
CPM-ന്റെ സമ്മേളനം. കുഞ്ഞാലി മരക്കാർ CPM-ന്റെ നേതാവ്. പിന്നെ എന്തിനാണോ CPM-കാര് നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പള്ളികൾ നിങ്ങൾ എറിഞ്ഞു തകർക്കുന്നത്? RSS ആണെങ്കിൽ പ്രശ്നമില്ല. RSS ആണ് ഇത്. ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുക, മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ പള്ളി എറിഞ്ഞു തകർക്കുക. ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം സമുദായത്തിന്റെ സംഘടിത ശക്തിയെ മുഴുവൻ തകർത്ത് ഒന്നുമല്ലാത്ത രൂപത്തിലാക്കുക. ഞങ്ങൾക്ക് ഈ മുസ്ലിം സമുദായത്തിൽ CPM-ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താണെന്നറിയോ? ഒന്നുകിൽ CPM നക്കിക്കൊല്ലും, അല്ലെങ്കിൽ CPM ഞെക്കിക്കൊല്ലും. അതിലൊരു സംശയം വേണ്ട. കൂത്തുപറമ്പ് അടിയാറപ്പാറ പള്ളിയിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളോട് ചെയ്ത തെറ്റെന്താ? ഇതന്നെയാ പ്രശ്നമോ? SDPI പൊതുയോഗം വെക്കുമ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? മുസ്ലിം ലീഗ് തലചൊറിയും, കോൺഗ്രസുകാരൻ തലചൊറിയും. ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തലചൊറിയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കൃത്യമായി സത്യം വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയും. അത് തന്നെയാ ഞങ്ങളുടെ പ്രശ്നം. കൂത്തുപറമ്പ് അടിയാറപ്പാറ വളരെ ചെറിയൊരു പ്രദേശ അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ അടുത്ത പ്രദേശ 100-100 കുടുംബങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്രാമ്പി ഉണ്ടാക്കിയപ്പോ CPM-കാരന്റെ തിട്ടൂരം എന്താണെന്നറിയോ? നിസ്കരിക്കാൻ പാടില്ല. മതേതര പാർട്ടി, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം. എന്നിട്ടോ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. മുസ്ലിം ലീഗുകാർ പോയി തലചൊറിഞ്ഞു. ശശിയേട്ട ആരാ? ശശി അറിയില്ല നിങ്ങൾക്ക്? ഒരു കാലം